തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലാണ്. ശക്തമായ മത്സരം നടക്കുന്ന കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി വി മുരളീധരനാണ് ഇപ്പോൾ കോഫി വിത്ത് സ്മൃതിയിൽ തത്സമയമുള്ളത്. ശ്രീ വി മുരളീധരൻ, ഗുഡ് മോർണിംഗ്. ശ്രീ വി മുരളീധരൻ, കേൾക്കാമോ? പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് ത്രികോണ മത്സരമാണ്. താങ്കൾ ഇപ്പോൾ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് കുറച്ചു കാലമായി നിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇത്തവണത്തെ അങ്ങയുടെ ആത്മവിശ്വാസം? അതെ, അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ പ്രദേശത്ത് താമസിക്കുകയാണ്. ജനങ്ങൾ എന്നെ കാണുന്നു. ഞാൻ ജനങ്ങളുടെ ഇടയിലാണ്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടുന്ന ഒരാളാണ്. അവയ്ക്ക് കഴിയുന്നത്ര പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഒരാളാണ്. 5 വർഷക്കാലം മന്ത്രിയായിരുന്ന കാലത്ത് ജനങ്ങളെല്ലാവരും ഞാൻ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നേരിട്ട് അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഈ തവണ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന ചെറിയൊരു പോരായ്മ പരിഹരിച്ചുകൊണ്ട് ഈ തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ഇത്തവണ അക്കൗണ്ട് തുറക്കും BJP എന്നുള്ള ആത്മവിശ്വാസമാണോ? നിങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ഭരണം പിടിക്കലല്ല, പ്രതിപക്ഷമാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന ദൗത്യത്തിൽ നിങ്ങളും LDFും കൈകോർക്കുന്നു എന്ന ആരോപണത്തിൽ എന്താണ് മറുപടി? ഞങ്ങൾ ജയിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കോൺഗ്രസ് ആണ് എല്ലായ്പ്പോഴും നിഷേധാത്മക നിലപാടെടുക്കുന്നത്. കഴിഞ്ഞ തവണ നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ മുരളീധരൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് BJP തോൽപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്നാണ്. ഞങ്ങൾ CPMനെയും കോൺഗ്രസിനെയും ഞങ്ങൾ രണ്ടായിട്ട് കണ്ടിട്ടേയില്ല. അവർ ഒരേ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളാണ് അവർ. ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഈ കാര്യങ്ങൾ ഡൽഹിയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃയോഗത്തിൽ രാഹുൽ ഗാന്ധി എന്താ മിണ്ടാത്തത്? ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ കൂടെ ഇരുത്തിയിട്ടല്ലേ ഈ കാര്യങ്ങൾ മുഴുവൻ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ആ നാടകമൊക്കെ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJPക്ക് അത്ര ഒരു ആവേശമില്ല. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ എന്നൊരു വിമർശനമുണ്ട്. സ്വർണ്ണക്കൊള്ള അങ്ങനെ ഉന്നയിക്കുന്നില്ല. എൻ്റെ ഈ പ്രചരണം കാണാത്തത് കൊണ്ടും പ്രചരണത്തെക്കുറിച്ച് എൻ്റെ ഈ പ്രചരണം കാണാത്തതും കേൾക്കാത്തതും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ദയവ് ചെയ്ത് ഈ നടക്കുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിപ്പോർട്ടർമാരോട് ചോദിക്കുക. ശരി, കഴക്കൂട്ടത്ത് മാത്രമല്ല, ആകെ കൂടിയാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മണ്ഡലത്തിൽ ഈ സ്വർണ്ണക്കൊള്ളക്ക് നേതൃത്വം നൽകിയ, ആ കാലത്ത് അതിന് സംരക്ഷണം നൽകിയ അന്നത്തെ മന്ത്രി, അദ്ദേഹത്തിന് ഇനി ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ അർഹതയില്ല എന്നുള്ളത് അർത്ഥശങ്കയില്ലാതെ പറയുന്ന ഒരാളാണ് ഞങ്ങൾ. ശരി, അങ്ങയുടെ സമയം അത് എടുക്കുന്നില്ല. പക്ഷേ എന്നാൽ കൂടി നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങ് ജയിക്കാനാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ജയസാധ്യതയുള്ള ഇടത്തും നിങ്ങൾ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് BJPക്കെതിരെ പ്രധാന വിമർശനം. നിങ്ങൾക്ക് ജയസാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ നേട്ടമുണ്ടാക്കിയ മണ്ഡലങ്ങൾ നിങ്ങൾ 2020 വിട്ടുകൊടുത്തു. തൃപ്പൂണിത്തുറ, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ തൃപ്പൂണിത്തുറ, ശ്രീ മുരളീധരൻ, തൃപ്പൂണിത്തുറ. എന്റെ സുഹൃത്തെ, ഈ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമാണെന്ന് അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ CPM മത്സരിക്കാത്ത സ്ഥലങ്ങളിലൊന്നും ഇടതുപക്ഷ മുന്നണി ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ പറവൂരിലും ഹരിപ്പാടും സ്ഥിരമായിട്ട് എന്താ CPM മത്സരിക്കാതെ CPIക്ക് വിട്ടുകൊടുക്കുന്നത്? BJP മത്സരിച്ചാൽ മാത്രമേ. നിങ്ങൾ തന്നെ പറയും നിങ്ങൾക്ക് ഘടകകക്ഷികളില്ലല്ലോ. അല്ലല്ല, നിങ്ങൾ തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ സീറ്റിലും മത്സരിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, BJPക്ക് ഘടകകക്ഷികൾക്ക് എന്താ സീറ്റ് കൊടുക്കാത്തതെന്ന്. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്താൽ നിങ്ങൾ പറയും ഘടകകക്ഷികൾ എന്താ സീറ്റ് കൊടുത്തത്, നിങ്ങളെന്താ മത്സരിക്കാത്തത്? കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ മത്സരിക്കുന്നത് അവിടെ എത്ര പ്രവർത്തകരുണ്ടായിട്ടാ? കണ്ണൂർ CPMന് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്ന മണ്ഡലമല്ലേ? എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത്? അത് മുന്നണി മര്യാദ. അപ്പൊ ഇതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് ചോദിക്കുകയാണോ അതോ നിങ്ങൾ മാധ്യമ പ്രവർത്തകന്റെ ധർമ്മം നിറവേറ്റുകയാണോ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയും. ശരി, അവസാനമായി FCRA അതൊരു തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലുണ്ടല്ലോ. അപ്പോൾ അതിന്
ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോട് എന്താണ് BJP പറയാനൊരു ഉറപ്പ്? ആരാ വിലയിരുത്തി അങ്ങനെ? അല്ലല്ല, ആരാ വിലയിരുത്തിയത്? അങ്ങനെ ആരാ വിലയിരുത്തിയത്? അല്ല, സഭയിൽ നിന്ന് ആശങ്ക വരുന്നുണ്ടല്ലോ. ആര് വിലയിരുത്തി? സഭകളിൽ നിന്ന് ആശങ്ക വരുന്നു. ഏത് സഭയിൽ ആശങ്ക? ഒരു സഭയെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രചരണം റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തിക്കോളൂ. അതിന് ചോദ്യം എന്നോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കരുത്. ശരി, അങ്ങനെയാണെങ്കിൽ എത്ര ഭൂരിപക്ഷത്തിലുള്ള വിജയം എന്ന് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യമല്ല ചോദിക്കുന്നത്. ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ ചോദ്യം ചോദിക്കാൻ പഠിക്കുക. അല്ലാതെ CPM-ന്റെ പ്രചരണം ഏറ്റെടുത്ത് കോൺഗ്രസിന്റെ പ്രചരണം ഏറ്റെടുത്ത് ഞാൻ അതിനോട് പ്രതികരിക്കണം. ശരി, CPM-നെയും കോൺഗ്രസിനെയും പ്രചാരണം ഏറ്റെടുത്തുകൊണ്ടുള്ളതായിട്ടാണ് അങ്ങേക്ക് ആ ചോദ്യങ്ങൾ തോന്നുന്നത്. എനിക്കൊന്നും ചെയ്യാനില്ല. ശ്രീ വി മുരളീധരൻ, അങ്ങേക്ക് എത്ര ഭൂരിപക്ഷത്തിൽ വിജയം എന്നുള്ള കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ ശരി, ഏതായാലും അദ്ദേഹത്തിന് ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. വി മുരളീധരനാണ് പ്രതികരിച്ചത്. കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസമാണ്, ജയിക്കാനാണ് മത്സരിക്കുന്നത്, അല്ലാതെ ഒരു തരത്തിലുള്ള ഡീലുമില്ല എന്നാണ് വി മുരളീധരൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.